ഒരേ ഒരു പിതാവ് സ്വർഗസ്ഥൻ, ഒരേ ഒരു ദൈവം സത്യദൈവം, ഒരേ ഒരു പരിശുദ്ധൻ ദൈവം തമ്പുരാൻ, ഒരേ ഒരു നായകൻ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഒരേ ഒരു മധ്യസ്ഥൻ യേശു ക്രിസ്തു. അപ്പൊ നമ്മുടെ പിതാക്കന്മാരെല്ലാം പണ്ട് അങ്ങോട്ടൊക്കെ പോയതാ. അതുകൊണ്ടാ പറഞ്ഞ അങ്ങനെ വേണ്ട. ഈ ന്യായപ്രമാണവും പുത്രത്വവും വാഗ്ദത്വവും നിയമങ്ങളും പിതാക്കന്മാരും എല്ലാം അവർക്കാ, നമുക്കില്ല. അതുകൊണ്ട് ന്യായപ്രമാണം രാവിലെ നിന്ന് നമ്മൾ ഈ യഹൂദനെ അങ്ങ് അനുഗ്രഹിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. തിരിഞ്ഞാച്ച് നമ്മളോട് പട്ടണത്തിൽ നിന്നെ പെട്ടിയോട്ടോ ഇടിക്കും. യഹൂദനോട് പറയാ വയലിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നമ്മളോട് വയലിൽ മുഴുവൻ മുഞ്ഞ വീഴും. നമുക്കാ. യഹൂദനെ നോക്കിയിട്ട് പറയും നിന്റെ ഗർഭവൽവം കൃഷിപകലം ആടുമാട് കിടക്കുന്ന കാലയുടെ വേറും പ്രഭവെല്ലാം അനുഗ്രഹിക്കപ്പെടും. തിരിഞ്ഞേച്ച് നിന്റെ കന്നുകാലി ഒരെണ്ണം ഗുണം വരികയില്ല, ഒരെണ്ണം ചൊരത്തത്തുമില്ല, താലിപ്പാല് കറന്നെടുക്കുന്നതിനൊക്കെ കുടിക്കാൻ ഇട വരികയില്ല, നിന്റെ കൊച്ചുങ്ങളെല്ലാം കാലാപ്രതല്ലിപ്പോവും. ചുരുക്കി പറഞ്ഞാൽ ഈ ന്യായപ്രമാണം യഹൂദനെ അനുഗ്രഹിക്കുകയും ശേഷമുള്ളവർക്കെല്ലാം ഇത് ശാപം കൊടുത്തു വിട്ടപ്പോൾ ന്യായപ്രമാണത്തിന്റെ ശാപത്തിന്റെ കീഴിൽ നിന്ന് കാൽവറിയിൽ ഒരുവൻ പരമയാഗമായി തീർന്ന് ആ വേർപാടിനെ അടിച്ചു വരിയിടിച്ചു കളഞ്ഞ് ശത്രുത്വം ഇല്ലാതാക്കി ദൈവം നമ്മെ നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷയാ ക്രൂശിൽ നടന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇത് പ്രത്യാശ തരുന്ന മാർഗമാ സുവിശേഷം. ഇപ്പൊ നമുക്ക് പ്രത്യാശയുണ്ട്. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തു വരും. നമ്മളെ അങ്ങോട്ട് മണ്ണിലോട്ട് അടക്കുകയല്ലേ, അല്ലെ കല്ലറ വെച്ച കല്ലും വെച്ചു എല്ലാം ക്രമപ്പെടുത്തിഞ്ഞു പോരും. ഞാൻ മരണ വീട്ടിൽ പറയാറുണ്ട്, അങ്ങനെ വെച്ച് കഴിഞ്ഞേച്ച് പിന്നെ അന്ന് രാത്രി ഒന്നും തങ്കച്ചൻ അതിൽ നിന്നും വന്ന് തപ്പി അടക്കുകയല്ല. ചില ആൾക്കാർ അങ്ങനെ പഠിപ്പിക്കുന്നത്. 5-6 ദിവസം പിന്നെ ഇവിടെ കാണും കട്ടിലുമൊക്കെ വിരിച്ചിട്ടേക്ക് പറയാം അപ്പച്ചൻ അവിടെ വരുമെന്നാ തോന്നുന്നു. പട്ടിയായിട്ടും വരത്തില്ല, പൂച്ചയായിട്ടും വരത്തില്ല, ഒന്നും അപ്പച്ചൻ ആ ഏരിയ കൂടെ വരികയല്ല. കാക്കറിയുമ്പോ അമ്മയാന്നാ തോന്നുന്നത്. ഇവരൊക്കെ ഒന്നും വിളിച്ച് പറയരുത്. പട്ടിയായിട്ടും പന്നിയായിട്ടും പൂച്ചയായിട്ടും കാക്കയായിട്ടും ഒന്നും തള്ളയിലേക്ക് അടുക്കള പാത്രം അമ്മ അടുക്കള ഒന്നെന്നാ തോന്നുന്നു. ആ പാത്രം കഴുകി വെക്കുമ്പോ ശ്രദ്ധിച്ച് വെക്കണം, അല്ലേ താഴെ വിടുന്ന, അല്ല തള്ള അടുക്കള കയറി എന്നല്ല. അല്ല അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. ഇങ്ങോട്ട് വരികയല്ല. ക്രിസ്തുവിൽ മരിച്ചവർ അവരെ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക. ആത്മാവ് തന്റെ അടുക്കലേക്ക്, ദൈവത്തിന്റെ അടുക്കലേക്ക് പോകും. അവൻ പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. പക്ഷെ നമ്മുടെ പ്രത്യാശ എന്നാണെന്നറിയാമോ? ഇനി കാഹളം ധ്വനിക്കും. കാഹളം ധ്വനിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച കോടി കോടി വിശുദ്ധന്മാർ പുത്തൻ ശരീരത്തോടെ ഉയർത്തു വരും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം ഉണ്ടാകും. രൂപാന്തരം എന്തുവായി രൂപാന്തരം? പണ്ടൊരുത്തരോട് ചോദിച്ചാൽ എന്തോ ആടാ രൂപാന്തരം? അവൻ പറഞ്ഞു രൂപാന്തരം കാര്യമായിരിക്കുമെന്ന് പറഞ്ഞു. അല്ല, പണ്ട് ഏതോ ഒരു ഇത് വായിച്ചതാ. രൂപത പറഞ്ഞു, രൂപദാത എന്ന് പറയുന്ന സ്ഥലമാണ് രൂപത. പിന്നെ കോതമംഗലം രൂപത, ചങ്ങനാശ്ശേരി രൂപത, കാഞ്ഞിരപ്പള്ളി രൂപത, പിന്നെ അങ്കമാലി. അപ്പൊ ഒരുത്തനോട് ചോദിച്ചാൽ എന്ത് വാടാ രൂപത? അത് രൂപദാതാന്ന്. അപ്പൊ ചോദിച്ചു അത് രൂപതയുണ്ട്, അത് അധികം രൂപ കൊടുക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ പോലെ എന്തുവാ ഈ രൂപാന്തരം? എന്തുവാ രൂപാന്തരം? നടക്കുവോ? അതെങ്കിലും ഒന്ന് അറിഞ്ഞു പോവും. രൂപാന്തരം എന്ന് പറഞ്ഞ മനസ്സിലാകുന്ന ഭാഷ പറയാം. ഈ രൂപം അങ്ങ് മാറും. ഇതത്ര നല്ല രൂപമൊന്നും അല്ല ചിലർക്ക്. അതുകൊണ്ട് എന്തെല്ലാം അഡ്ജസ്റ്റ് ചെയ്താ നമ്മൾ ഈ പരുവത്തിൽ വന്ന് പിന്നെ എന്ത് ബത്തപ്പെട്ട തൂത്തും തുടച്ചും തേച്ചും മിനുക്കി ഇട്ടിട്ടൊട്ട് ഒന്ന് ബോധിക്കുന്നുമില്ല. ഇങ്ങനെ നോക്കി എന്റെ പുള്ളി പറഞ്ഞു നോക്കിക്കേ. എന്നെ പുള്ളിയും പറഞ്ഞു തരക്കേടില്ല, ചുമ്മാ. നമുക്ക് തന്നെ അറിയാം ഈ രൂപം അത്ര നല്ലതല്ലെന്ന്. കണ്ണാടി ചെന്നാൾ ഒരാൾ പറഞ്ഞു ഞാനിപ്പോ കണ്ണാടി നോക്കാറില്ലെന്ന്. പിന്നെ ചിലര് വണ്ടിക്കകത്തൊക്കെ കാണുന്ന അതിനകത്ത് എന്തെല്ലാം ക്രമീകരണമാണെന്നറിയാമോ? അയ്യോ എന്തെല്ലാം ക്രമീകരണം. ബ്യൂട്ടി പാർലറിൽ ചെല്ലുന്നത് പോലെ വണ്ടിക്കകത്ത്. ഉപദേശമാരുടെ അടുക്കലും ഉണ്ട് ചിലര്, എല്ലാരും അല്ല. പേരൊന്നും ഞാൻ പറയുന്നില്ല. ഒരാളെ ഞാൻ ശ്രദ്ധിച്ചു. അയ്യോ വണ്ടി അങ്ങോട്ട് നിർത്തിയിട്ട് ഏതാണ്ടെല്ലാം എടുത്ത് തൂത്തും പുള്ളി ശുശ്രൂഷയ്ക്ക് വരിക. യോഗ്യമായിരിക്കണം, നാറരുത്, വൃത്തിയായിരിക്കണം, അതൊക്കെ അത്യാവശ്യമാണ്. പക്ഷെ ഏതാണ്ടെല്ലാം അങ്ങ് തേക്കുക. എന്നിട്ട് പുള്ളി വെളിയിൽ ഇറങ്ങി വെച്ച് ഇങ്ങനെ വെച്ച് മനസ്സിലാകുന്നില്ല. കുറ്റം പറയല്ല,
നമുക്ക് തന്നെ പലർക്കും പറയാം ഈ രൂപം അത്ര. അപ്പൊ രൂപാന്തരം എന്ന് പറഞ്ഞാൽ ഈ രൂപം അങ്ങ് മാറും, ഒരു പുത്തൻ ശരീരം നമുക്ക് ലഭിക്കും. ഇതാണ് നമ്മുടെ പ്രത്യാശ. അല്ല ആ പുത്തൻ ശരീരം എന്ന് പറഞ്ഞാൽ പട്ടിയായിട്ട് വരുന്നൊന്നും അല്ല. ഒന്നും ഞാൻ പറയുന്നില്ല, അടങ്ങുക. ദൈവത്തിന് മഹത്വം. സുവിശേഷം നമുക്ക് പ്രത്യാശ തരുന്ന മാർഗമാണ്. രണ്ടു കൂട്ടരും കൂടെ ഒന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. തെസ്സലോനിക്ക ലേഖനം പഠിപ്പിക്കുക, ഇങ്ങനെ നാം എപ്പോഴും നമ്മുടെ കർത്താവിനോടുകൂടെ ഇരിക്കും. അവനെ താൻ ഇരിക്കുന്നത് പോലെ നമ്മൾ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശ ജീവനുള്ള പ്രത്യാശയാണ്, ഭാഗ്യകരമായ പ്രത്യാശ എന്നാ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രത്യാശ ഇതര വ്യക്തികൾക്കില്ല, ഇത് വേർപെട്ട ദൈവമക്കൾക്കാ. ഒന്നുകൂടെ പറഞ്ഞാൽ വചനം വിശ്വസിക്കുന്നവർക്കാണ്. അപ്പൊ എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? ഒന്ന്, ഈ സുവിശേഷം രക്ഷയ്ക്ക് ദൈവശക്തിയാ. രണ്ട്, ഇത് പ്രത്യാശ തരുന്ന മാർഗമാണ്. പിന്നെ എന്തുവാ സുവിശേഷത്തിന്റെ വിശേഷത? വായിച്ച 6:14, പെട്ടെന്ന് വായിച്ചോ. എഫേസ്യ ലേഖനം 6:14. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ. ഏതാ വായിക്കുന്നത്? 6:14 ആണോ? 6:14. എഫേസ്യ ലേഖനം 6:14 ആണോ? നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചു. വായിച്ചത് ഏതായിരുന്നു? അല്ല, കൊലോസ്യ ലേഖനമായിരുന്നു. കുഴപ്പമില്ല, വേറെ പുസ്തകമില്ല, അതിനകത്ത് അറിയൊന്നുമല്ലല്ലോ വായിച്ചത്. വേറെ പുസ്തകത്തിലെ വാക്യം നിങ്ങൾ എന്നാ ഇരിക്കുന്നത്? ഇത് വായി 6:14. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. കാലിന് ചെരുപ്പാക്കി. മതി, എല്ലാം വിവരിക്കുന്നില്ല. ആ സുവിശേഷത്തിന്റെ വിശേഷത കേട്ടോ. സമാധാന സുവിശേഷം, അതാ സുവിശേഷത്തിന്റെ വിശേഷത. ഒന്ന്, ഇത് രക്ഷയ്ക്ക് ദൈവശക്തിയാ. രണ്ട്, ഇത് പ്രത്യാശ തരുന്നതാ. മൂന്ന്, ഇത് സമാധാന സുവിശേഷം. ആ സുവിശേഷം ചെല്ലുന്നിടത്തെല്ലാം സമാധാനം ഉണ്ടാകും. മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും ചാർച്ചക്കാർക്കും ദേശവാസികൾക്കും എല്ലാം പേടി സ്വപ്നമായിട്ട് സ്വസ്ഥത കെടുത്തി നാട്ടുകാരെല്ലാം തലയൊക്കെ വെച്ച് പ്രാഗിയ ദൈവമേ കാലന്റെ തലയിൽ വെള്ളിടി പെട്ടണം. അങ്ങനെയൊക്കെ പ്രാഗിവരുണ്ട്, പ്രാഗ് മേടിച്ചവരും ഉണ്ട്. പക്ഷെ അങ്ങനെയുള്ളവർ സുവിശേഷം വിശ്വസിച്ചു. സുവിശേഷം അവരുടെ ജീവിതത്തിൽ വന്നു. അവർ സുവിശേഷത്തെ ഏറ്റെടുത്തപ്പോൾ അവർക്ക് സമാധാനമുണ്ടായി. മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ സമാധാനമില്ലാതെ അനേകർ അടിമപ്പെട്ടു. പക്ഷേ ഈ സത്യസുവിശേഷം, നിർമ്മല സുവിശേഷം, ഈ സുവിശേഷം അവരുടെ ഉള്ളത്തിൽ ചെന്ന് ക്രിയ ചെയ്തപ്പോൾ അവർക്ക് സമാധാനമുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ ഇപ്പൊ ശ്രദ്ധിച്ച് അവരോട് ചോദിച്ച്, എങ്ങനെയുണ്ട് ബേബിക്കുട്ടി? നല്ല സമാധാനം. സുവിശേഷം സമാധാനം കൊടുക്കുന്ന മാർഗമാണ്. മനസ്സിലായോ? സമാധാനം തരുന്ന ഒറ്റ മാർഗമേ ഉള്ളൂ സുവിശേഷം. എത്രയെത്ര കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടായി. വെച്ച കഞ്ഞി കുടിക്കാൻ പാടില്ലാതെ ബുദ്ധിമുട്ടി എത്രയോ സഹോദരിമാരുണ്ട്. ഇപ്പോഴല്ലേ വെടിവെക്കുമ്പോ കത്തുന്നത്. പണ്ട് പൊത്താൻ കൊണ്ടുവന്ന് ഈ മഴയത്തൊക്കെ ഊതി കണ്ണിൽ പുകയും കയറി കരഞ്ഞാകെ ഊപ്പാട് വന്ന് കഞ്ഞി വെച്ച് ഭർത്താവിനും പിള്ളേർക്കും വിശന്നാ ഇതൊക്കെ ചെയ്യുന്നത്. കൊടുക്കാൻ ഓർത്ത് വെച്ചപ്പോ അയാൾ 4 കാലേ വന്ന് വലിയ ബഹളമായി പിള്ളേര് മേടിച്ച് കട്ടിലിനടി കയറി അലറി കൂവി ഭാര്യയുടെ മുടുക്കത്തിന് പിടിച്ച് ഇടിച്ച് ചിലടത്ത് ഭാര്യയും താങ്ങിയിട്ടുണ്ട്. അതൊക്കെ ചില കേസുകൾ ചിലരിനോട് പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. എന്തായാലും അലോക്യമാണ്. എന്നോടൊരു സഹോദരി പറഞ്ഞ്, എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കിട്ടൊരടി, ഞാനും ഒരടി കൊടുത്തു. പിന്നെ ഇന്ന് വരെ പുള്ളി അടിച്ചിട്ടില്ല, ഞാനും അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ കാര്യമാണ്. മേല് നോക്കുന്ന എല്ലാവർക്കും ഒരുപോലെ അല്ലയോ എന്ന് അവര് ന്യായമാ പറഞ്ഞു. അയാളെ ജനിപ്പിച്ചതുപോലെ തന്നെ എന്നെ എന്റെ അപ്പനും അമ്മയും ജനിപ്പിച്ച്, അയാളുടെ ശരീരം പോലെ എനിക്കും ശരീരമുണ്ട്. പിന്നെ മേല് നോക്കുന്നില്ലെന്ന്. അയാൾ ഒരടി തിരിച്ച് ഞാനും ഒരടി അടിച്ചു. പിന്നെ അയാൾ ഇന്ന് വരെ അടിച്ചിട്ടില്ല. ഞാനും പുള്ളിയെ ഞങ്ങൾ വളരെ സമാധാനമാണ്. ഇതിപ്പോ കണ്ടിട്ട് മിക്കത് മേടിച്ചതാണെന്ന് തോന്നുന്നു. അപ്പൊ ഒരു കാര്യം പറയാം, ഇത് സമാധാനം തരുന്ന മാർഗമാ സുവിശേഷം. എത്ര കുടുംബങ്ങളിൽ സമാധാനമുണ്ടായി, ദേശത്തിന് സമാധാനമുണ്ടായില്ലേ? അക്രമവും അനീതിയും ഒക്കെ ആയുള്ള ഒത്തിരി ഏരിയകളുണ്ട്. ചെലപ്പടത്തിൽ ആ ഏരിയയിൽ പോകരുത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ചെങ്കൽച്ചൂള. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ചെങ്കൽച്ചൂള. ഒരു കാലത്ത് പോലീസുകാർ പോലും അങ്ങോട്ട് കയറാൻ ഭയമായിരുന്നു. പക്ഷെ അവിടെ അനേകർ ഈ സുവിശേഷം വിശ്വസിച്ചു. ഇപ്പത്തെ എല്ലാവർക്കും ചെല്ലാം. എല്ലാവർക്കും ചെല്ലും. ഇപ്പൊ പക്ഷെ കേറി ഇപ്പൊ അതെല്ലാം ഓഫാക്കിയ. എനിക്കറിയാം എന്നൊക്കെ പൊതുവെ പറയേണ്ടത് എന്നാക്കിയാണെന്നും ഇവിടെ പറയേണ്ടത് എന്നാ എനിക്കറിയാം. ചെല്ലു പറഞ്ഞ അയാൾക്ക് ഒന്നും അറിയാൻ മേലെന്ന് ഇപ്പം മനസ്സിലായോ? ഇവിടെ പറയേണ്ടത് എന്നാ അവിടെ പറയേണ്ടത് എന്നാണ്.
അപ്പൊ ശ്രദ്ധിക്കുക, ഈ സുവിശേഷം എവിടെ ചെന്നിട്ടുണ്ടോ അവിടെ എല്ലാം സമാധാനമാണ്. എന്റെ പ്രിയ സ്നേഹിത സുഹൃത്തെ, സമാധാനം തരുന്ന മാർഗമാണ് സുവിശേഷം. എന്താ സുവിശേഷത്തിന്റെ വിശേഷത? രക്ഷ തരുന്ന മാർഗമാ, പ്രത്യാശ തരുന്ന മാർഗമാ, സമാധാനം തരുന്ന മാർഗമാ സുവിശേഷം. ആ സുവിശേഷമാ ഇന്നും നാളെയും മറ്റന്നാളും എല്ലാം ഇവിടെ മുഴങ്ങാൻ പോകുന്നത്. ദൈവത്തിന്റെ മകത്ത് ഓടിച്ചു നിർത്ത. എന്തുവാ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? എല്ലാവരും രക്ഷപ്പെടാൻ. എന്തുവാ സുവിശേഷത്തിന്റെ വിശേഷത? ഒന്ന്, ഇത് രക്ഷയ്ക്കായി ദൈവശക്തി. രണ്ട്, പ്രത്യാശ തരുന്നതാ. മൂന്ന്, സമാധാനം തരുന്നതാ. ആരാ കേൾക്കേണ്ടത്? വായിപ്പിക്കുന്നില്ല. 49-ാം സങ്കീർത്തനം, സകല ജാതികളുമായുള്ളവരെ ഇത് എല്ലാ ജാതിക്കാരും കേൾക്കണം. ഇന്ത്യയിൽ പല പല ജാതികളുണ്ട്, കേരളത്തിലും ഒക്കെ ഉണ്ട് ജാതി. ഒത്തിരി ജാതി ചോദിക്കരുത്, പറയരുതെന്നാ ഗുരു പറഞ്ഞത്. എന്നാൽ ഇപ്പൊ എല്ലാവരും അത് തന്നെ ചോദിക്കുന്നു. പറച്ചിലൊക്കെ ഒരു വശത്ത് കിടക്കും. സ്പർദ്ധയാ മിക്കവർക്കും. ഇതൊന്നും ചോദിക്കരുത്. എന്തേലും ആയിട്ട് അവിടെ നിൽക്കട്ടെ. ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും മരണത്തിന്റെയും പേരിൽ ആലോചന ഒന്നും ഉണ്ടാക്കരുത്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം. ഞങ്ങൾ മുസ്ലിങ്ങളാ, അവർ ക്രിസ്ത്യാനികളാ, ഇവർ ഹിന്ദുക്കളാ, മറ്റത് കൂടി ഇത് കുറഞ്ഞ് ഞങ്ങൾ ഇവിടുത്തുകാരാ, മറ്റത് വരവാ, അതങ്ങനെ എന്നൊന്നും പറഞ്ഞ് അലോഗ്യം ഉണ്ടാക്കരുത്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം, സ്നേഹിക്കണം. ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. സ്തോത്രം. ഓരോ വ്യക്തിക്കും അവന്റെ വ്യക്തിത്വമുണ്ട്. ഭിക്ഷ എടുക്കുന്ന ഒരു മനുഷ്യന് അതിൽ സാഹചര്യം കൊണ്ടാ ഭിക്ഷ എടുക്കുന്നത്. പക്ഷെ പുള്ളിക്ക് വ്യക്തിത്വമുള്ളയാളാ. ആക്ഷേപിക്കരുത്, വിടക്കം നെണ്ണരുത്. അദ്ദേഹവും മനുഷ്യനാണ്. സ്തോത്രം. മനസ്സിലാകുന്നു? ചെല്ലു പറയാറുണ്ട്, പുള്ളിക്കാരിക്ക് എന്നാ ജോലി? അടുക്കളപ്പണിയാ. അത് നല്ല ജോലിയല്ലേ അടുക്കളപ്പണി? അത് ആക്ഷേപിച്ചവൻ, ആ സഹോദരി അടുക്കളപ്പണിയാ, അത് നല്ല ജോലിയാ. നീ അടുക്കളയിൽ ഒരു ജോലി ചെയ്യുന്നില്ല. അവൾ ഉണ്ടാക്കുന്നതെല്ലാം ഇരുന്ന് തിന്നു, അല്ല പൂണന്റെ തീറ്റിയും തിന്ന്. അടുക്കള ജോലി നല്ലതാ. തന്നെയല്ല, അത് ഒരു കലയാന്നാ പറയുന്നത്, അല്ലേ? പാചക കല, അങ്ങനെ അല്ലേ? ഓ, ഭരതനാട്യം മാത്രമല്ല കല, പിന്നെന്നാ? എല്ലാവർക്കും പാചകം വേണ്ട, ഭരതനാട്യം അതാ ഇഷ്ടം കൂടുതൽ. ഭരതനാട്യത്തിന്റെ ഒരു തള്ള പറഞ്ഞതെല്ലാം കേട്ടായിരുന്നല്ലോ. ഭരതനാട്യക്കാരി തള്ള ഒന്നും കേട്ടില്ലേ? നീ അത് പറയണോ? വേണ്ടല്ലോ, വേണ്ട. എല്ലാം ഞാൻ ഇവരോട് ചോദിച്ചാ ഇന്ന് പ്രസംഗിക്കുന്നു. പാചകം ഒരു കലയാ കേട്ടോ. അപ്പൊ എല്ലാവരും ബഹുമാനിക്കപ്പെട്ടവരാ. ദൈവത്തിന് മഹത്വം. സുവിശേഷം എല്ലാവരും കേൾക്കണം, എല്ലാവരും കേൾക്കണം. സകല ജാതികളുമായുള്ളവരെ ഇതാ കേൾക്കാൻ കൊള്ളാവുന്ന, ഇതാ കേൾക്കേണ്ടത്. കേട്ടാനുള്ള ഗുണം എന്നാണെന്നറിയാം? വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. ഒന്ന്, മാനസാന്തരം ഉണ്ടാകും. രണ്ട്, സ്നാനം നടക്കും. മൂന്ന്, അഭിഷേകം പ്രാപിക്കും. നാല്, വേർപാട് ജീവിതം നയിക്കും. എല്ലാം എടുപ്പിക്കുന്നില്ല. ഇന്ന് രാത്രി ആ സുവിശേഷമായി ഇവിടെ മുടങ്ങുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ദൈവമാണെന്ന് തെളിയിച്ചു. ഓരോ അധ്യായത്തിലും ക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിക്കുക. 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട്. 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീഞ്ഞാക്കി. 3-ാം അധ്യായത്തിൽ നിത്യജീവൻ കൊടുക്കുന്ന ദൈവം. 4-ാം അധ്യായത്തിൽ ആത്മാവാകുന്ന ദൈവം. 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും വ്യാധികളും പുറപ്പിക്കുന്ന ദൈവം. 6-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ നിറങ്ങുന്ന ജീവന്റെ അപ്പമായ ദൈവം. 7-ാം അധ്യായത്തിൽ ആത്മ നിറവിനെ കൊടുക്കുന്ന ദൈവം. 8-ാം അധ്യായത്തിൽ വെളിച്ചമായ ദൈവം. 9-ാം അധ്യായത്തിൽ പുറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ ദൈവം. 10-ാം അധ്യായത്തിൽ നല്ല ഇടയനാകുന്ന ദൈവം. 11, 12 അധ്യായം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഓരോ അധ്യായത്തിലും യേശുവിന്റെ ദൈവത്വം. 6-ാം അധ്യായമാ വായിച്ചത്. അവിടെ പറയുക, നിങ്ങളുടെ പിതാക്കന്മാര് മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചു, എന്നാൽ ഇതോ തിന്നുന്നവൻ ഒരു നാളും മരിക്കത്തില്ല. മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം? അത് വിശദീകരിച്ച് പറയാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ തെലുങ്കിൽ ഇത്രയും സമയം നിങ്ങൾ ഇരുന്നതിന് സന്തോഷം. എന്നോട് ബഹുമാന്യ കർത്തദാസൻ പറഞ്ഞു 8:45 വരെ സമയമുണ്ടെന്ന് പറഞ്ഞു. 8:45 ഈ വാച്ച് കറക്റ്റ് ആണെങ്കിൽ ഒരു 4 മിനിറ്റ് കൊണ്ട് ഇത് കറക്റ്റ് ആണല്ലോ. അപ്പൊ 4 മിനിറ്റിനകം പറഞ്ഞു നിർത്താം. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ മരിക്കാതിരിക്കാൻ മന്ന തിന്നവര് മരിച്ചു. മന്ന എന്തുവാ? സ്വർഗത്തിൽ നിറഞ്ഞു വന്ന ജീവന്റെ അപ്പമാ. അത് തിന്നവര് മരിച്ചു. മരിച്ചവരെ പറ്റി ആ 10-ാം അധ്യായത്തിൽ, കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലുണ്ട്, മിക്കപേരെയും മരുഭൂമിയിൽ തള്ളിയിട്ടെന്ന്. അവരെ മിക്ക 5-ാം വാക്യം വായിച്ചു, പെട്ടെന്ന് വായിച്ചു. എങ്കിലും അവര് മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മൈക്കൂടെ, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് ആരെയൊക്കെ തള്ളിക്കിട്ടു? ഈ മന്ന തിന്നതിനെ എല്ലാം തള്ളിക്കിട്ടു. എല്ലാത്തിനും തള്ളിക്കിട്ടും. എല്ലാം തള്ളിക്കിട്ട് ചത്തുപോയെന്ന. അതാ മന്ന തിന്നവര് മരിച്ചെന്ന്. മരിക്കാൻ കാരണമല്ല. ആ 10-ാം അധ്യായത്തിലുണ്ട്. 1, ദുർമോഹം. 2, വിഗ്രഹ സേവ. 3, പരസംഗം. 4, ദൈവത്തെ പരീക്ഷിക്കുന്നു. 5, പിറുപിറുപ്പ്. എല്ലാം വിവരിക്കാൻ നേരമില്ല. 5 കാര്യമാണ്. തെള്ളിയിടാൻ കാര്യം, മരിക്കാൻ കാര്യം. മന്ന തിന്നിട്ടും മരിച്ചു. എന്നാൽ ഇതോ തിന്നുന്നവൻ ഒരു നാളും ജീവന്റെ അപ്പമാകുന്ന ക്രിസ്തു.
ദൈവത്തിന് മഹത്വം. അപ്പോൾ മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം? വാക്യങ്ങൾ എടുത്ത് വായിപ്പിച്ച് സമയം കളയുന്നില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, ഉൽപ്പത്തി പുസ്തകം 42:1 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് പറഞ്ഞപ്പോ തന്റെ പിള്ളേരോട് പറയുക, നിങ്ങൾ തമ്മിൽ തമ്മിൽ നോക്കി നിൽക്കുന്നത് എന്ത്? നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് ധാന്യം കൊള്ളണം. അപ്പൊ ശ്രദ്ധിക്കുക, മരിക്കാതിരിക്കാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണം. എന്തുവായി മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണം എന്ന് പറഞ്ഞതിന്റെ ഒരർത്ഥം? വെളിപ്പാട് പുസ്തകം 11:8 പഠിക്കുമ്പോൾ അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോമെന്നും മിസ്രയീം ഒന്ന് പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീടുകളിൽ അവരുടെ ശവം കിടക്കുമെന്ന ഇത് രണ്ട് സാക്ഷികളെ പറ്റിയ. അപ്പോൾ ആ പറഞ്ഞു വരും, ആത്മീകമായി മിസ്രയീം എന്ന് പേരുള്ള മഹാനഗരം, ആ നഗരത്തിന്റെ ഒരു പ്രകൃതി അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട ഇടമാ. അങ്ങനെയെങ്കിൽ മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണമെന്ന് പറഞ്ഞതിന്റെ ഒരർത്ഥം, ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം, നീ മരിക്കത്തില്ല. അതതിന്റെ അർത്ഥം. എല്ലാം വിവരിക്കുക, പാട്ടുമൊക്കെ പാടിയാ പറയുന്നത്. ഇന്നിങ്ങനെ അങ്ങ് പോകട്ടെ. കർത്താവ് വരാൻ താമസിച്ചാൽ എല്ലാവർക്കും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നല്ല അന്തരീക്ഷവും ദൈവം അനുവദിക്കാൻ നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരു യോഗത്തിന് കൂടെ ഇന്നിങ്ങനെ അങ്ങ് പോട്ടെ. ഒരു ദിവസം പശുവിനെ വഴിയിലും കെട്ടാണ്ട ഇന്നിങ്ങനെ അങ്ങ് പോട്ടെ. എന്നാലും നിങ്ങൾ ഇത്ര സഹകരിച്ചതിന് നന്ദി. ദൈവത്തിന് മഹത്വം. മൈക്കും വലിയ തരക്കേടില്ലാതെ ചെയ്യുന്നുണ്ട്. രക്ഷിക്കപ്പെട്ടതാണോ? ആണല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മരിക്കരുത്. അല്ല, ഇപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കണം. രക്ഷിക്കപ്പെടാത്തവരെയൊക്കെയാ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൂട്ടടാ കുഞ്ഞെ കുറക്കടാ എന്ന് പറഞ്ഞോണ്ടേ അവൻ തന്തയ്ക്ക് വിളിക്കുക. ആണെന്ന് ഇവര് ദൈവമക്കളായതുകൊണ്ട് കുഴപ്പമില്ല, അതാ നല്ലത്. മോനെ ഇച്ചിരി കൂട്ടിക്ക് ശബ്ദം, ഉടനെ അവൻ ഡാഷ് എന്നാ പറയാ. അതുകൊണ്ട് ഇപ്പം മിണ്ടുകയല്ല, ചോദിക്കും രക്ഷിക്കപ്പെട്ടതാണോ. പാട്ടുകാരോട് ഇപ്പൊ ചോദിക്കണ്ടേ, നിങ്ങളെല്ലാം കുഴപ്പമില്ല, പാടിയല്ലോ മോനെ, മോൻ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിക്കണം. പിന്നെ ഇല്ല അങ്ങനെയൊക്കെ ചോദിക്കണ്ട ഗതികേടാ. സ്തോത്രം. പാട്ടൊക്കെ നല്ലതാ, ചിലരുടെ നല്ല പാട്ടാ. സ്തോത്രം. അവനും പാടും, രക്ഷിക്കപ്പെടാത്തനും പാടും. പാവനമാം പട്ടണത്തിൽ അവനോട് തന്നെ. ഇപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ വല്ലാത്തൊരു കാലത്ത് വന്നിരിക്കുക. ആട്ടെ, നമുക്ക് ആ വിഷയം വിട്ടേക്കാം. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ ഈ സുവിശേഷത്തിന്റെ ശക്തിയാ. മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം? ഒന്ന്, മിസ്രയീമിൽ ചെന്ന ധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഒറ്റ വാക്യം പറഞ്ഞാൽ, നിനക്ക് നിത്യജീവൻ വേണമെങ്കിൽ രക്ഷിക്കപ്പെടണം. 2, പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 20. അതൊന്ന് വായിച്ചേരെ. ഏതായാലും സമയം പോയെങ്കിലും ഒന്ന് വായിച്ചു. പുറപ്പാട് 30:20 പെട്ടെന്നൊന്ന് വായിച്ചോ. മരിക്കാതിരിക്കാൻ എന്നോ ചെയ്യണം. പെട്ടെന്ന് വായിര്. 30:20 പെട്ടെന്ന് വായിക്കും. ഇങ്ങോട്ട് ആരേലും വായിച്ചതാ? മൈക്ക് കൂടെ വായില്. അവർ സമാഗമന കൂടാരത്തിൽ കിടക്കുകയോ യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കേണ്ടതിന് യാഗപീഠത്തിൽ ശുശ്രൂഷിപ്പാൻ ചെല്ലുകയോ ചെയ്യുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് വെള്ളം കൊണ്ട് കഴുകുക. വെള്ളം കൊണ്ട്. അപ്പൊ മരിക്കാതിരിക്കാൻ രണ്ടാമത്തെ പരിപാടി വെള്ളം കൊണ്ടൊരു പരിപാടിയുണ്ട്. അതുവാ വെള്ളം കൊണ്ട് പരിപാടി. മരിക്കാതിരിക്കാൻ വെള്ളം കൊണ്ട് കഴുകണം. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കാം. വെള്ളത്തിൽ ഇറങ്ങണം, മുങ്ങണം. ഷണ്ണനും പീലിപ്പോസും ഇറങ്ങി. യേശു യോഹന്നാന്റെ കൈക്കീഴ് സ്നാനപ്പെട്ടു. കാരാഗർഭമാണ്, രാത്രി തന്നെ മുങ്ങി. ഷണ്ണം മുങ്ങിക്കഴിഞ്ഞ് നെഞ്ചത്തടിച്ചു പോയെന്നല്ല, സന്തോഷിച്ചു പോയെന്നാ. സ്തോത്രം. അപ്പൊ സ്നാനം വെള്ളം കൊണ്ട് വെള്ളത്തിൽ മുങ്ങണം. ചില ആൾക്കാർ ധരിച്ചിരുന്ന പെന്തിക്കോസുകാർ ഈയിടെ കണ്ടുപിടിച്ചതാണ് സ്നാനം. അല്ല, പൊട്ടാ. പെന്തിക്കോസുകാരും ഓർത്തഡോക്സുകാരും യാക്കോബക്കാരും മാർത്തോമായും കത്തോലിക്കരും ഒക്കെ ജനിക്കുന്നതിന് മുന്നേ സ്നാനം ഇതിനകത്തുണ്ട്. ആ പെട്ടകത്തിൽ അല്പജനം 8 പേര് വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു സ്നാനത്തിന് മുൻകൂർ. എന്നോട് ഏത് പൊട്ടനാ പറഞ്ഞ ബന്ധുക്കോസുകാരുണ്ടാക്കിയതാണ്? നോക ബന്ധുക്കോസുകാരനാണ്. ക്ഷേമം ഖാമ യാപത്തോരുടെ പെമ്പളമാരും ബന്ധുക്കോസുകാരായിരുന്നു. എന്തേലും ഒന്ന് വാ തുറന്ന് പറ, അതോ പാടാൻ മാത്രമോ വാ തുറക്കുള്ളൂ? അവരാരും ബന്ധുക്കോസുകാരല്ല. അപ്പൊ ഇത് പെന്തിക്കോസുകാര് കണ്ടുപിടിച്ച മാർഗമല്ല. സർവജ്ഞനായ ദൈവം അനാദികാലത്തിന് മുമ്പ് തന്റെ തിരുഹിതത്തിലെ നിർണയപ്രകാരം നിർണയിച്ചുറപ്പിച്ചതാണ് സ്നാനം. നീ മരിക്കാതെ ജീവിച്ചിരിക്കാൻ സ്നാനപ്പെടണം. നിർത്തുക. ബൈബിൾ പഠിച്ചു. ഇനി ഇതിരിക്കുമ്പോൾ ആ പുള്ളി ഇളകുന്നെന്ന് വേണ്ട. ചിലക്ക് അങ്ങനെ ഉണ്ട്. വേണ്ട, വാച്ചും പിടിച്ചു. മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം? 28-ാം അധ്യായത്തിന്റെ 28-ാം അധ്യായത്തിന്റെ 35 ഒന്ന് വായിച്ചേ. പുറപ്പാട്
ശുശ്രൂഷ ചെയ്യുകയിൽ അഹരോൻ അത് ധരിക്കണം. ശുശ്രൂഷ ചെയ്യയിൽ അഹരോൻ അത് ധരിക്കണം. പിന്നെ യഹോവയുടെ മുമ്പാകെ ആ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോഴും ആ പുറത്തു വരുമ്പോഴും ആ അവൻ മരിക്കാതിരിക്കേണ്ടതിന് ആ അതിന്റെ ശബ്ദം കേൾക്കണം. ക്ലിങ് 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 ശബ്ദം കേൾക്കണം. ഏതാ മണി? എല്ലാം വിവരിക്കുന്നില്ല. ഒരു മാതളപ്പഴം, ഒരു പൊന്മണി, പിന്നെ ഒരു മാതളപ്പഴം, ഒരു പൊന്മണി. അത് ഏഹോദിന്റെ ചുറ്റും താഴെ ഇങ്ങനെ ഇതും ധരിച്ചോണ്ട് അകത്തോട്ട് അഹരോൻ കയറുന്നത്. അപ്പൊ അഹരോൻ അകത്ത് കയറി ചുമ്മാ ഇരുന്നാൽ ശബ്ദം കേൾക്കുകയില്ല. ചില കണ്ടിട്ടില്ല, യോഗം തുടങ്ങുന്നത് മുതൽ തീരുന്നത് വരെ അത് ഒത്തിരി പേരുണ്ട്. അഹരോൻ ഇത് ധരിച്ച് അകത്തോട്ട് കയറുമ്പം ഒരു മാതളപ്പഴം ഇപ്പുറം ഒരു പൊന്മണി, പിന്നെ ഒരു മാതളപ്പഴം ഇപ്പുറം ഒരു പൊന്മണി. അപ്പൊ അഹരോൻ ദൈവസന്നിധി ചെന്ന് ദൈവത്തെ ഇങ്ങനെ മഹത്വപ്പെടുത്തുമ്പോൾ ഇത് ശരീരം ചലിക്കും. ശരീരം ചലിക്കുമ്പോൾ ഈ പൊന്മണി മാതളപ്പഴത്തിനിട്ട് ഒരടി അടിക്കും. ഈ പൊന്മണി ഇങ്ങോട്ട് വന്നിട്ട് ഓറി നടിക്കുമ്പോ ഇപ്പറേ മാതളപ്പഴം അപ്പുറം ചെന്ന് അപ്പുറം കിടക്കുന്ന പൊന്മണിക്കിട്ട് പ്രൈസ്തലോ. അപ്പൊ ആ പൊന്മണി ഇപ്പുറത്തെ മാതളപ്പഴത്തിനിട്ട് ഒരടി ഓറി. അപ്പൊ അപ്പുറത്തെ മാതളപ്പഴം ഇപ്പുറത്തെ പൊന്മണിക്കിട്ട് വിക്ടറി. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കണം. ഏതാ? മറുഭാഷയുടെ ശബ്ദം. ഒരു വാക്യം കൂടെ വായിച്ചു, വചനത്തിൽ നിന്ന് പറയാം. നിങ്ങൾ പറയാം വായി വരുന്ന വിളിച്ച് പറഞ്ഞെന്ന്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിന്റെ 26 വായിരു ശബ്ദം എന്തുവാണ് ഇതിനകത്ത് വരുമ്പം? ആ തന്നെ വായിക്കാന്നോ? 14-ന്റെ-26 കണ്ണിക തുടങ്ങുന്നിടത്ത്. ആകയാൽ എന്ത് സഹോദരന്മാരെ, സഹോദരന്മാരെ നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്. പഴയ നിയമകാലത്ത് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ അവന് സ്വന്തം ഭയത്തോടും മുറകിലോടും ഒരു ചരടുമൊക്കെ കെട്ടിയിട്ടുണ്ടെന്നാ വിവരിക്കുന്നില്ല. അങ്ങനെ അകത്തോട്ട് കയറുന്നത്. അനക്കമില്ലെങ്കിൽ ചത്തു വീഴും, അവര് വലിച്ചു വെളിയിൽ വിടും. അപ്പോൾ എന്നാൽ യേശുക്രിസ്തു കാൽവരിയിൽ ദേഹം എന്ന തിരശീല ചിന്തിക്കഴിഞ്ഞപ്പോൾ യെരൂശലേം ദേവാലയത്തിന്റെ തിരശീല മേളിൽ നിന്ന് താഴോട്ട് ചിന്തി ഒരു പുത്തൻ വഴി തുറന്നു. അതുകൊണ്ടാണ് എബ്രായക്കാരൻ പറഞ്ഞത് ധൈര്യത്തോടെ ഇനി അടുത്ത് വരണം. അങ്ങനെ അകത്ത് വരുമ്പോൾ ഇവിടെ കേൾക്കുന്ന ശബ്ദമാണ് വായിച്ചത്. ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്. ഒരു ശബ്ദം, ഒരു മണി. ആ ശബ്ദം സങ്കീർത്തനത്തിന്റെ ഒരു മണി. പിന്നെ ഉപദേശമുണ്ട്. ആ ഉപദേശത്തിന്റെ ഒരു മണി. പിന്നെ വെളിപ്പാടുണ്ട്. വെളിപ്പാടിന്റെ ഒരു മണി. അന്യഭാഷയുണ്ട്. അന്യഭാഷയുടെ മണി. ഇതിന്റെ ശബ്ദം കേൾക്കണം. മരിക്കാതിരിക്കാൻ ഇതിന്റെ ശബ്ദം കേൾക്കണം. ചില ആൾക്കാർ പറഞ്ഞ നിന്ന് പോയെന്ന അവര് പറയാനേ നിന്നെന്ന. ഞാൻ തർക്കിക്കാനും കണ്ണിക്കാനും ഇല്ല എന്റെ പൊന്നച്ചാ, നിന്നിട്ടില്ല. നിങ്ങൾക്ക് നിന്നെന്നോർത്ത് ചുമ്മാ ഉടക്കൊണ്ടാകരുത്. ഞാൻ ഉടക്കിനുമില്ല. ഇത് ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിൽ കൂടിയുള്ള വിടുതൽ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ദൈവം നിന്നിട്ടില്ല. പ്രാർത്ഥിക്ക്, ദൈവം തരുമല്ലോ. ഇത് IPC-കാരുടെയും ചർച്ച കോഡുകാരുടെയും അസംബ്ലീസ് കോഡുകാരുടെയും ചാരോന്റെ കുത്തകയും കുടുംബസ്വത്തും ഒന്നുമല്ല. ഇത് ഭാഷന്മാരുടെ കുടുംബസ്വത്തും കുടുംബമുതലുമല്ല, ദൈവത്തിന്റെ ദാനമാണ്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. അപ്പോൾ മരിക്കാതിരിക്കാൻ ചെയ്യേണ്ട കാര്യം: 1 രക്ഷിക്കപ്പെടണം, 2 സ്നാനപ്പെടണം, 3 അഭിഷേകം പ്രാപിക്കണം. എന്തായാലും പണ്ടൊരു തള്ള പറഞ്ഞ പോലെ ഏതായാലും മാമി നരകത്തിലാന്ന കുറിച്ചിയും കൂടെ ചൂടാ എന്ന് പറഞ്ഞാൽ ഒരു വാക്യം കൂടെ വായിച്ചു. 3-3 ഉൽപ്പത്തി. മരിക്കാതിരിക്കാൻ എന്നാ ചെയ്യണം? 3-3 പെട്ടെന്ന് വായിച്ചു. എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. മരിക്കാതിരിക്കാൻ തോട്ടത്തിന്റെ വൃക്ഷത്തിന്റെ ഫലം ദിനത്തിൽ ആത്മപാപം പ്രമാണമാക്കി നേരായി ചമച്ചതിന്റെ രൂപം, അതിന്റെ ശേഷം നാരികെ ഗുരുവാക്കി ദൈവം പരമാവർക്ക് പൂജിത ഭാഗ്യം ഇഷ്ടമത ഒരു തോട്ടം ചമച്ച നിങ്ങൾ പൂജിത ദുഃഖമിരുത്തിയവർക്കൊരു വാട്ടം വിധം നിമ്യോർജിതമൊന്നു കൊടുത്തിത് കൽപ്പന സേട്ടം കന്നി പൂജിപ്പാനോ അരുത് അറിവിൻ മരമായതിനിഷ്ടം മാറുത്തും ചൊന്നാൽ വരുമേ മരണമെന്നാൽ ഒരു നീക്കമില്ലത് കരുതണം നിങ്ങളെന്നു പരമൻ ചൊന്നവർ. വരുമേ മരണമെന്നാൽ ഒരു നീക്കമില്ലത് കരുതണം നിങ്ങളെന്നു പരമൻ ചൊന്നവരോട് വെള്ളങ്ങളിൽ മീതിൽ വസിച്ചാൻ പരമേശൻ താൻ വെള്ളങ്ങളിൽ മീതിൽ വസിച്ചാൻ മരിക്കാതിരിക്കാൻ തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. ആ പദം കണ്ടോ? എങ്ങനെ? വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. അരുത്. ഈ വേറെ പുസ്തകത്തിൽ അരുതെന്നും അതിരെന്നും പറഞ്ഞ പ്രയോഗങ്ങളുണ്ട്. അതിരും അരുതും രണ്ടും രണ്ടാ. മേരി വേറെ മൂരി വേറെ എന്ന് പറഞ്ഞ പോലെ. ചാക്ക് വേറെ ചാക്കോ
വേറെ, പോത്ത് വേറെ, പോത്തൻ കേൾക്കുമ്പോ ഒരുപോലെ പോത്തനും പോത്തും രണ്ടാ എന്ന് പറഞ്ഞ പോലെ അരുത് എന്നുകൊണ്ട് അധിര് എന്നും വേദപുസ്തകം എല്ലാം എടുക്കുക നേരമില്ലാത്തത് കൊണ്ടാ. അരുത് എന്ന് പറഞ്ഞാൽ വേർപാട്, തുടരുത്, കഴിക്കരുത്. അരുത് അരുത് അരുതെന്ന് ഒത്തിരി പ്രമാണമുണ്ട്, എല്ലാം വ്യാഖ്യാനിക്കുന്നില്ല. വേർപാട് പാലിച്ചാൽ നീ മരിക്കത്തില്ല. ഞാൻ ഈ മരണം എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ണടഞ്ഞു പോകുന്ന കാര്യമല്ല, നിത്യമരണത്തെ ഉന്നം വെച്ചായി പറയുന്നത്. നരകമുണ്ട്, ചാകാത്ത പുഴുവും കെടാത്തതയും ഗന്ധകവും ഇരുട്ടും പല്ലുകടിയും എന്ന് വേണ്ട സകല ഉണ്ടാവേണ്ടിയുള്ള സ്ഥലമാണ് നരകം. എടുത്തച്ഛൻ കൊടുത്തൊരു പ്രയോഗം ഇങ്ങനെ, വൈതരണ്യാകയാകുന്നത് തൃഷ്ണയും. വൈതരണി ഒരു നരകമാണ്. ഹൈന്ദവ പുരാണം പഠിക്കുമ്പോൾ 10-28 കോടി നരകമുണ്ടെന്നാ. താമിശ്രം, അന്ധതാമിശ്രം, വൈതരണി, കുംഭീഭാഗം, ഭൂയോദകം, വാസിപത്രം, ഇതെല്ലാം നരകങ്ങളാ. അതിലൊരു നരകമാ വൈതരണി. നമ്മൾ ചെല്ലിനെ പറ്റി പറയും, അയ്യോ വലിയ വൈതരണിയാ, നരകമാന്നായി പറഞ്ഞതിന്റെ അർത്ഥം. ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്ന ഒരു വൈതരണി പെണ്ണമ്മ, നാട്ടുകാരിട്ടതാ, ഞാനിട്ടതല്ല. പെണ്ണമ്മ എന്നാ പേര്, പക്ഷെ നാട്ടുകാരിട്ടത് വൈതരണി പെണ്ണമ്മ. എന്ന് വന്നാലും പ്രശ്നമാ, നരകമാന്നാ പറഞ്ഞതിന്റെ. എന്ന് പറഞ്ഞാൽ നരകമുണ്ട്, ചാകാത്ത പുഴുവും കെടാത്തതയും. വൈതരണ്യാക്കിയാകുന്നത് തൃഷ്ണയ്ക്ക്. വൈതരണി പോകുന്നത് മോഹം മുഴുത്തിട്ടാണ്. ഇന്ന് രാത്രി ആ നരകത്തിൽ പോകരുത്, നിത്യതയിലെത്തണം, നിത്യജീവൻ പ്രാപിക്കണം. അതിനുള്ള കാര്യമായി ഇന്ന് രാത്രി ലളിതമായിട്ട് പറഞ്ഞത്. എൻ്റെ വാക്ക് നിർത്തുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അന്തിക്കട്ടെ. ഈ മഴയൊക്കെ ആയി, കാലാവസ്ഥ വളരെ പ്രതികൂലമാണല്ലേ. ഇത്രയും ദൈവമക്കൾ ബദ്ധപ്പാടിന്റെ നടുവിലാണ് നിങ്ങൾ വന്നിരുന്ന് ഇത്രയും നേരം വചനം കേട്ട് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച് സഹായിച്ചത്. കർത്തദാസന്മാർക്കും ദൈവമക്കൾക്കും ഗായക സംഘത്തിനും മൈക്ക് ഓപ്പറേറ്റ് ചെയ്തവർക്കെല്ലാം നന്ദി. ആമൻ. നിത്യജീവൻ പ്രാപിച്ചോണം. ആരും നിത്യമരണത്തിൽ അകപ്പെടരുത്, മരിക്കാതെ ഇരിക്കണം. ഇത് തിന്നുന്നവൻ മരിക്കത്തില്ല. കർത്താവിനെ ഉണ്മയോടെ സേവിച്ച് വിശ്വസ്തനും വിശുദ്ധരുമായി ജീവിക്കുവാൻ ഇന്ന് രാത്രി എല്ലാവരും ഒന്ന് സമർപ്പിച്ച് ഒരു നിമിഷം എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഓ, മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. ആമേൻ. ആ വീട്ടിലെന്നെ കൈയടിച്ച് ചേർന്നിടുവാൻ മണവാളൻ വന്നിടുമേ. സ്തുതിഗീതം ഓ മുഴത്തിടുവേ മനുവേലനെ ദൂതർ സ്തുതി ചൊവ്വാഴ്ത്തോ മണവാളനെ ദൂതർ സ്തുതി ചൊവ്വാഴ്ത്തും സുന്ദരനാമണവാളനേ. ആമേൻ. അകൃത്യങ്ങൾ അകറ്റിയാൻ സന്തോഷമെന്നകമേതാൻ ആമേൻ. അകൃത്യങ്ങൾ അകറ്റിയാൻ ആനന്ദ സന്തോഷമെന്നകമേതാൻ ആമേൻ. അഭിഷേകത്താൽ എന്നെ തോടെ നടത്തിയിടുമേ. ആമേൻ. അഭിഷേകത്താൽ എന്നെ ജയത്തോടെ നടത്തിയിടുമേ. ഓ, സ്തുതിഗീതം പാടി പുകഴ്ത്തിയിടുമേ മനുവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. സ്തുതിച്ചു മണവാളനെ ദൂതർ സ്തുതിച്ചു സുന്ദരനാം മണവാളനെ.